ഇന്ന് മാതളനാരങ്ങ ഉണ്ടായ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ദിവസവും അതിരാവിലെയും അതുപോലെ സന്ധ്യയ്ക്കും മുത്തച്ഛനോടൊത്തൊരു കുഞ്ഞു പെൺകുട്ടി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു. അവരുടെ വീട് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. തൊഴുതു കഴിഞ്ഞ് മുത്തച്ഛനോട് ചോദിക്കും അവള്, എന്തിനാ മുത്തച്ഛ ഈ കണ്ണൻ മാലയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നത്? കണ്ണന്റെ കഴുത്തിൽ ചുവന്ന കല്ല് വെച്ച മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കത് വേണം എന്ന് ശാഠ്യം പിടിച്ച് എന്നും കരഞ്ഞിട്ടാണ് അവൾ മടങ്ങിപ്പോവുക. ഒരു ദിവസം മുത്തച്ഛന് വയ്യാതായപ്പോൾ മോള് തനിയെ ക്ഷേത്ര ദർശനത്തിനെത്തി. തൊഴുതു കഴിഞ്ഞപ്പോൾ അവൾ കണ്ണനോട് രഹസ്യമായിട്ട് ചോദിച്ചു, ആ മാല എനിക്ക് തരാമോ? ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. കഴുത്തിൽ ഭയങ്കര കനം. അവൾ തൊട്ടു നോക്കി, അതാ കണ്ണന്റെ കഴുത്തിൽ മാലയില്ല, ആ മാല എന്റെ കഴുത്തിൽ. ഉടൻ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, കണ്ണൻ എനിക്ക് മാല തന്നല്ലോ എന്ന് പറഞ്ഞ്. ക്ഷേത്രത്തിനുള്ളിലുള്ളവരെല്ലാം കുഞ്ഞിനെ മാല മോഷ്ടിച്ചെന്നും പറഞ്ഞ് ശകാരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് മാല ശുദ്ധി വരുത്തി ഭഗവാനെ അണിയിക്കാൻ ശ്രമിച്ചതും വിഗ്രഹത്തിൽ നിന്നും മാല പുറത്തേക്ക് തെറിച്ചു വരികയും കല്ലുകൾ ചിതറിത്തെറിക്കുകയും ചെയ്തു. എല്ലാവരും സ്തബ്ധരായി നിന്നപ്പോൾ ആ കുഞ്ഞ് എല്ലാ കല്ലുകളും അവളുടെ കുഞ്ഞിക്കൈയിൽ പെറുക്കിയെടുത്ത് നടക്കൽ സമർപ്പിച്ചു. ഉടൻ തന്നെ അവയെല്ലാം ഒത്തുചേർന്ന് മനോഹരമായ ഒരു ചുവന്ന പഴമായി അത് മാറി. ഇതാണ് മാതള നാരങ്ങ ഉണ്ടായ കഥ.